ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 അതിൻ്റെ 50 എപ്പിസോഡുകൾ ഇതാ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ എത്തുന്ന സമയത്ത് 50-ാം എപ്പിസോഡിൻ്റെ സെലിബ്രേഷനും അതോട് അനുബന്ധിച്ചുകൊണ്ട് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമ്മൾ ഒരു 25 എപ്പിസോഡുകൾ കംപ്ലീറ്റ് ചെയ്ത സമയത്ത് നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ടോപ്പ് 5 ലിസ്റ്റ്, അതായത് ആദ്യ 25 ഡേയ്സ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ ബിഗ് ബോസ് ഹൗസിൽ കോണ്ടന്റുകൾ ഉണ്ടാക്കിയ 5 കണ്ടസ്റ്റൻസ് ആരൊക്കെയാണെന്ന്. അപ്പോൾ ഞാൻ അടുത്തൊരു 50-ാം എപ്പിസോഡിൽ ഇതേ വീഡിയോ ഒന്നുകൂടി അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഒരു ലിസ്റ്റിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്ന് ഞാൻ ഈ ഒരു 50-ാം എപ്പിസോഡ് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു വീഡിയോ ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും അന്ന് പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഈ ഒരു ലിസ്റ്റ് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 നിങ്ങളുടെ മനസ്സിലെ ടോപ്പ് 5 ലിസ്റ്റ് ചിലപ്പോൾ ഇതിനോട് ബന്ധപ്പെട്ടതായിരിക്കില്ല, ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ഓരോ വ്യക്തികളും പല പല പെർസ്പെക്റ്റീവിലാണ് ഈ ഒരു റിയാലിറ്റി ഷോ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ടോപ്പ് 5 ലിസ്റ്റ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബിഗ് ബോസ് മലയാളത്തിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഞാൻ ഒന്നാമത്തെ പേര് പറയുന്നത് അനീഷിൻ്റെ പേരായിരിക്കും. അനീഷിനെ ഞാൻ ആദ്യത്തെ ആ ഒരു 25-ാം ഡേ ഞാൻ ഈ ഒരു ടോപ്പ് 5 ലിസ്റ്റ് റിലീസ് ചെയ്ത സമയത്ത് അതിനകത്ത് ഞാൻ 2-ാം സ്ഥാനം കൊടുത്തൊരു കണ്ടസ്റ്റൻ്റ് ആണ്. പക്ഷേ ഈ ഒരു സമയത്ത് ബി ഹോട്ടൽ ടാസ്ക് ഉൾപ്പെടെയുള്ള ആ ഒരു ബിഗ് ബോസിലെ പല പല വലിയ വലിയ ഒരു ഗെയിമും കാര്യങ്ങളും എടുത്ത് നോക്കുമ്പോഴും എന്തൊക്കെ പറഞ്ഞാലും അനീഷിന് ഈ ഒരു സ്ഥാനം 1-ാം സ്ഥാനം കൊടുക്കാനായിട്ട് ഏറ്റവും അർഹതയുള്ള ഒരു വ്യക്തി തന്നെയാണ്. ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും അധികം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ ബിഗ് ബോസിന്റെ വിന്നർ ആകണമെന്ന് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നതും അതിലുപരി ബിഗ് ബോസ് ഹൗസിൽ ഒരു പേഴ്സണൽ വിരോധമില്ലാതെ മറ്റുള്ള കണ്ടസ്റ്റൻസിനോട് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്നതും കോണ്ടന്റുകൾ ഉണ്ടാക്കുന്നതും മറ്റുള്ളവരൊരു മാനസിക സംഘർഷത്തിൽ പെടുത്താതെ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്നതുമായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് അനീഷ്. അനീഷിന്റെ ബിഗ് ബോസ് ഹൗസിലെ ആദ്യത്തെ ഡേയ്സ് ഒക്കെ അധികം നമുക്ക് ഇഷ്ടപ്പെടുന്നതായിരുന്നില്ല, ആർക്കും അത്ര വലിയ കാര്യമുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നില്ല അനീഷ്. പക്ഷേ ഈ ഒരു സമയത്ത് അനീഷിന് ഇഷ്ടപ്പെടുന്ന ഒരുപാടധികം പേരുകളുണ്ട്. നമ്മുടെ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അനീഷിന് വ്യക്തമായ സപ്പോർട്ടുകളും നമുക്ക് അതിലൊക്കെ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ടോപ്പ് 5 ലിസ്റ്റിൽ നമുക്ക് എന്തുകൊണ്ടും ഇടം കൊടുക്കാനായിട്ട് പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. ഈ ഒരു സീസൺ വിജയിക്കാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള ഈ പറയുന്ന കുറച്ചധികം കണ്ടസ്റ്റൻസിൽ ആദ്യ പന്തിയിൽ തന്നെ ഇടം പിടിച്ചിരിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ഇതിനോടകം തന്നെ അനീഷ്. അനീഷിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അനീഷ് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ 7 വിജേതാവാകുമെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ലിസ്റ്റിൽ ഞാൻ 2-ാമത്തെ പേര് പറയുന്നത് ഷാനവാസ് ആയിരിക്കും. ഷാനവാസിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ പോലെ തന്നെയാണ്. ആരോടും പേഴ്സണലി യാതൊരു വിദ്വേഷവും ഒന്നും വെക്കാണ്ട് ഗെയിം ബിഗ് ബോസ് ഹൗസിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ കോമഡി ബിഗ് ബോസ് ഹൗസിൽ പല സന്ദർഭങ്ങളിലും നമുക്കിപ്പോൾ കാണാനായിട്ട് പറ്റാത്തൊരു കാര്യമാണ് കോമഡി. ആ ഒരു കോമഡി ബിഗ് ബോസ് ഹൗസിൽ ഇത്തിരിയെങ്കിലും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. കാരണം ബിഗ് ബോസ് എപ്പോഴും നമുക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് കുറച്ച് കോമഡിയും കുറച്ച് എന്റർടൈനിങ് ഒക്കെ വേണം. അപ്പോൾ അനീഷും നമ്മുടെ ഷാനവാസും തമ്മിലുള്ള ആ ഒരു കോംബോ ഒക്കെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഭയങ്കര ഒരു ഹിറ്റ് ലിസ്റ്റിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോംബോ ഒക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ താല്പര്യപ്പെട്ട് വന്നൊരു കണ്ടസ്റ്റന്റ് നമ്മുടെ ഷാനവാസ് തന്നെയായിരുന്നു. ഒരുപാട് കോണ്ടന്റുകൾ ഷാനവാസ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ തൻ്റേതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷാനവാസിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മുടെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളും ഈ പറഞ്ഞ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഷാനവാസിനും വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം നമുക്ക് ഇതിലെല്ലാത്തിലും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ടോപ്പ് 5 ലിസ്റ്റിൽ നമ്മൾ 2-ാമത്തെ സ്ഥാനം കൊടുക്കുന്നത് ഷാനവാസ് ഷാനുവിനാണ്. അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ 3-ാം സ്ഥാനം കൊടുക്കുന്ന ഈ ഒരു കണ്ടസ്റ്റന്റ് എല്ലാ ജനങ്ങൾക്കും തൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞു മോളെ പോലെയാണ് അനുമോൾ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിൽ വളരെ വ്യത്യസ്തമായിട്ടാണ് നിൽക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, അനുമോൾ ജനങ്ങളുടെ പൾസ് അറിഞ്ഞ് ഗെയിം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ കോണ്ടന്റുകൾ ഉണ്ടാക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. പക്ഷെ അനുമോൾ ഭയങ്കര സ്ട്രോങ് ആയ ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് ഞാൻ ഒരിക്കലും എവിടെയും പറയില്ല. കാരണം മറ്റൊന്നുമല്ല, അനുമോൾ ഭയങ്കര വീക്ക് കണ്ടസ്റ്റന്റ് ആണ്. കാരണം ഇമോഷണലി പെട്ടെന്ന് അനുമോളെ വീഴ്ത്താനായിട്ട് ഏത് കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് ഹൗസിൽ വിചാരിച്ചാലും സാധിക്കും. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ജനങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അനുമോളുടെ പല പല കാര്യങ്ങളും. അനുമോൾ ആ ഒരു പാവയെ വെച്ചുകൊണ്ട്, മറ്റേ പ്ലാച്ചി എന്ന പാവയെ വെച്ചുകൊണ്ട് നോക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ ഭയങ്കരമായിട്ട് ജനങ്ങൾ എന്റർടൈൻ ചെയ്യുന്നുണ്ട്. മറ്റുള്ള കണ്ടസ്റ്റൻസിനെ ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ച് ഗെയിം ഉണ്ടാക്കാനായിട്ട് അനുമോൾക്ക് അപാര ടാലന്റ് ഉണ്ട് ബിഗ് ബോസ് ഹൗസിൽ. എന്തൊക്കെയാണെങ്കിലും എല്ലാ ആഴ്ചയും അനുമോൾ ഒരു കോണ്ടന്റ് എങ്കിലും ബിഗ് ബോസ് ഹൗസിൽ സ്വന്തമായിട്ട് ഒരു കോണ്ടന്റ് എങ്കിലും അനുമോൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ആ ഒരു സ്ക്രീൻ സ്പേസ് അനുമോളിൽ നിന്ന് ഒരിക്കലും വിട്ടുപോയിട്ടില്ല. ഇത്രയും നാളായിട്ടും ഒരു 50 എപ്പിസോഡ്
കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ആദ്യ ദിനം തൊട്ട് ഈ ഒരു 50 എപ്പിസോഡ് വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ക്രീൻ സ്പേസ് കൃത്യമായിട്ട് എല്ലാ വീക്കിലും കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അനുമോൾ. അതുപോലെ തന്നെ നമ്മൾ സോഷ്യൽ മീഡിയ പോളുകളിലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലൊക്കെ ഭയങ്കര ഭൂരിപക്ഷത്തോടു കൂടി നിൽക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ 7 വിജയിക്കാനായിട്ട് ഒരു സാധ്യതയുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ഈ ഒരു സമയത്ത് അനുമോൾ RS കാർത്തു. അപ്പൊ എന്തൊക്കെയാണെങ്കിലും അനുമോൾക്ക് നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ 3-ാം സ്ഥാനം കൊടുക്കുകയാണ്. അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ 4-ാം സ്ഥാനം കൊടുക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് നൂറയാണ്. നൂറക്ക് 4-ാം സ്ഥാനം കൊടുക്കുന്ന ഒരു കാര്യം, ആദ്യ വീക്കിലൊക്കെ നമ്മൾ ആദില, നൂറ എന്നീ കണ്ടസ്റ്റൻസിനെ നോക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്നതൊക്കെ ആദിലയായിരുന്നു. പക്ഷേ പയ്യെ നൂറ എന്ന ഗെയിമറിനെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. മറ്റൊന്നുമല്ല, ഓരോരോ കണ്ടസ്റ്റൻസിനെ ട്രിഗർ ചെയ്തുകൊണ്ട് ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെതിരെ മാത്രം ഗെയിം ഉണ്ടാക്കുന്ന നൂറയുടെ ഒരു പ്രത്യേക ടാലന്റ് ഉണ്ട്. ആ ടാലന്റ് കണ്ടിഷ്ടപ്പെട്ടവരാണ് ഇപ്പൊ നൂറയെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതും നൂറക്ക് വോട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ജനങ്ങൾ. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് ഈ പറയുന്ന സോഷ്യൽ മീഡിയ പോളുകളും നമ്മുടെ കമ്മ്യൂണിറ്റി പോളുകളും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളും ഇതൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നൂറക്കും വ്യക്തമായ സപ്പോർട്ടുകൾ ഇതിലെല്ലാത്തിലും ഉണ്ട്. നൂറ ഗെയിമിന് വേണ്ടി ഓപ്പോസ് ചെയ്യുന്നത് തനിക്ക് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് എന്ന് തോന്നുന്ന കണ്ടസ്റ്റൻസിനെയാണ്. അതായത് അനുമോള്, ഷാനവാസ്, അനീഷ്, ഇപ്പൊ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള ഈ കണ്ടസ്റ്റൻസിനെതിരെ വളരെ മാന്യമായിട്ട് ഗെയിം ഉണ്ടാക്കാനും കോണ്ടന്റ് ഉണ്ടാക്കാനും സാധിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ഈ പറയുന്ന നൂറ. അതുകൊണ്ട് തന്നെ നൂറക്ക് ഈ പറയുന്ന ജനങ്ങളുടെ ഒരുപാട് വലിയ സപ്പോർട്ടുകൾ കിട്ടുന്ന ഒരു സമയമാണിത്. നൂറക്ക് ഏകദേശം ഒരു 10 എപ്പിസോഡിന് ശേഷമാണ് നൂറ എന്നൊരു പേര് തന്നെ ബിഗ് ബോസ് ഹൗസിൽ നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു സമയത്ത് നൂറയെ സ്നേഹിക്കുന്നതും സപ്പോർട്ട് ചെയ്യുന്നതുമായിട്ടുള്ള ഒരുപാട് ജനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ ഞാൻ 4-ാം സ്ഥാനം നൂറക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അടുത്തതായിട്ട് 5-ാം സ്ഥാനം ഞാൻ 2 കണ്ടസ്റ്റൻസിന് കൊടുക്കും. സാധാരണ രീതിയിൽ നമ്മൾ ടോപ്പ് 5 ലിസ്റ്റ് എന്ന് പറയുമ്പോൾ 5-ാം സ്ഥാനത്ത് കൃത്യമായ ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടാവും. പക്ഷേ ഈ ഒരു സമയത്ത് എനിക്ക് 2 പേർക്ക് ഈ ഒരു സ്ഥാനം ഡിവൈഡ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് തോന്നുന്നത്. അതിൽ 1-ാമത്തെ പേര് അക്ബറാണ്. അക്ബറിന്റെ കേസിൽ അക്ബർ ഒരു അപാര എന്റർടൈനർ ആണ്. പല കാര്യങ്ങളും, ഇപ്പൊ അക്ബറിന്റെ പാട്ടാണെങ്കിലും അക്ബറിന്റെ സംസാരമാണെങ്കിലും അക്ബർ ഒരു കാര്യത്തിൽ ഇടപെടുന്നതാണെങ്കിലും അതൊക്കെ വളരെ കൃത്യമാണ്. പക്ഷെ ഈ ഒരു സമയത്ത് അക്ബറിന് ഒരു ടോപ്പ് 1-ലേക്കൊക്കെ എത്തിച്ചേരാൻ പറ്റാത്തതിന്റെ ഒരു റീസൺ അക്ബറിന്റെ ഗെയിം ഭയങ്കരമായിട്ട് ഈ പറയുന്ന ദേഷ്യം, അതുപോലെ തന്നെ അക്ബർ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളൊക്കെ പലതും ബിഗ് ബോസ് ഹൗസിൽ വർക്കൗട്ട് ആകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷെ എന്റർടൈനിങ്ങിന്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ ഒരു കംപ്ലീറ്റ് എന്റർടൈനർ ആണ് അക്ബർ. പാട്ട് പാടുന്നതായാലും ഓരോ കാര്യങ്ങളിൽ ഇടപെടുന്നതായാലും കുറച്ചുകൂടി പോസിറ്റിവിറ്റി ബിഗ് ബോസ് ഹൗസിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു സപ്പോർട്ട് കൊണ്ടുവന്നുകൊണ്ട് ബിഗ് ബോസിൽ ഒരു വിജയസാധ്യത ഉള്ളൊരു കണ്ടസ്റ്റന്റ് ആയിട്ട് മാറാനായിട്ട് അക്ബറിന് സാധിക്കും. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ടോപ്പ് 5 ലിസ്റ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ അപേക്ഷിച്ചുകൊണ്ട് വോട്ടിങ്ങിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും സപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും 5-ാം സ്ഥാനം നമുക്ക് അക്ബറിന് കൊടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അടുത്തതായിട്ട് ഞാൻ 5-ാം സ്ഥാനം കൊടുക്കുന്ന മറ്റൊരു കണ്ടസ്റ്റന്റ് ആണ് വേദലക്ഷ്മി. അപ്പൊ നിങ്ങൾ ചോദിക്കും, വേദലക്ഷ്മിക്ക് എന്തിനാണ് ഈ പറയുന്ന 5-ാം സ്ഥാനം കൊടുക്കുന്നത്? ഇതിനു മുന്നുള്ള വീക്കെൻഡ് എപ്പിസോഡിൽ വരെയും ലാലേട്ടൻ ഭയങ്കരമായിട്ട് ചീത്ത പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് ആണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ആദില, നൂറയെ വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞതും മസ്താനിയെ ഈ പറയുന്ന ഒണിയൽ സാബു കയറി പിടിച്ചെന്ന് പറഞ്ഞതും അത്തരത്തിലുള്ള ഭയങ്കരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച ഒരു കണ്ടസ്റ്റന്റ് ആണ് വേദലക്ഷ്മി. എന്നിട്ടും എന്തുകൊണ്ടാണ് 5-ാം സ്ഥാനത്തൊരു സ്ഥാനം വേദലക്ഷ്മിക്ക് വേണ്ടി മാറ്റിവെച്ചത്? നിങ്ങൾ എല്ലാവർക്കും വരുന്ന ഒരു സംശയം തന്നെ ആയിരിക്കും അത്. പക്ഷേ നിങ്ങൾ നോക്കുക, ഈ വരുന്ന വീക്കെൻഡ് എപ്പിസോഡിന് മുന്നായിട്ട് വന്ന ഈ പറയുന്ന ബി ഹോട്ടൽ ടാസ്കിന്റെ ഭാഗമായിട്ട് റിയാസ് സലീം, ഷിയാസ് കരീം, ശോഭ വിശ്വനാഥ് എന്നീ അതിഥികൾ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും അധികം ട്രിഗർ ചെയ്തത് ഈ പറയുന്ന വേദലക്ഷ്മി എന്ന കണ്ടസ്റ്റന്റിനെയാണ്. പക്ഷേ ഈ പറയുന്ന 3 കണ്ടസ്റ്റൻസും, അതായത് 3 അതിഥികളും വന്നിട്ട് ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യാൻ ശ്രമിച്ചിട്ടും അതിലും ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റിയുടെ പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ റിയാസ് സലീം അവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ നിങ്ങൾ കണ്ടതാണ്. കമ്മ്യൂണിറ്റിയുടെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ ബിഗ് ബോസ് ഹൗസിൽ കണ്ടസ്റ്റൻസിന് തമ്മിൽ ഒരു വേർപാടുകൾ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. കണ്ടസ്റ്റൻസ് ഈ പറയുന്ന കമ്മ്യൂണിറ്റി പെട്ട മറ്റുള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കണം, മറ്റുള്ളവരൊക്കെ നമുക്ക് എതിർക്കേണ്ട ആളുകളാണ് എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായിട്ടൊരു എതിർപ്പ് അല്ലെങ്കിൽ ഒരു
വളരെ ഒരു വിഷം കുത്തിവെക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ഈ പറയുന്ന റിയാസ് സലീമിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനെയൊക്കെ ഭയങ്കരമായിട്ട് വേദലക്ഷ്മി ഒപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേദലക്ഷ്മിക്കെതിരെ സംസാരിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും കൃത്യം പോലെ ഉരുളക്കുപ്പേരി പോലെ നമ്മുടെ വേദലക്ഷ്മി അവിടെയൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു റിപ്ലൈ ഒക്കെ ജനങ്ങൾ ഒരുപാട് കണ്ടു ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോസ് ഒക്കെ നമ്മുടെ ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തപ്പോൾ അതിന് താഴെ വന്നിരിക്കുന്ന കമന്റുകൾ കാണണം. കമന്റുകളിലൊക്കെ വേദലക്ഷ്മിയെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നവരാണ് എല്ലാവരും. കാരണം റിയാസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവമായിരുന്നു. അതിനെയൊക്കെ ഭയങ്കരമായിട്ട് BB ഹോട്ടലിന്റെ ആ ഒരു മാനേജർ എന്നുള്ള ആ ഒരു പോസ്റ്റിൽ ഇരുന്നുകൊണ്ട് ഭയങ്കരമായിട്ട് വേദലക്ഷ്മി ഒപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റിയാസ് പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വേദലക്ഷ്മി പറ്റില്ലാത്ത കാര്യങ്ങളില്ല അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ ബിഗ് ബോസ് ഹൗസിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസിന്റെ ഗെയിം മാറ്റാനല്ല അതിഥികളെ കൊണ്ടുവരുന്നത്, അവരെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനല്ല. ഈ പറയുന്ന അതിഥികൾ വരുന്ന സമയത്ത് അവർക്ക് പറ്റാത്തൊരു കാര്യം ഉണ്ടെങ്കിൽ കണ്ടസ്റ്റൻസിന് അത് ചെയ്യേണ്ട ആവശ്യമില്ല. ആ സമയത്ത് അതിനെയൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയാണ് വേദലക്ഷ്മി അവിടെ നിന്നത്. അതുകൊണ്ട് തന്നെ ഈ വരുന്ന നമ്മുടെ ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡ് ബന്ധപ്പെട്ടുള്ള നോമിനേഷൻ ലിസ്റ്റിൽ കമ്മ്യൂണിറ്റി പോളുകളിലും ഈ പറഞ്ഞ അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും കൃത്യമായിട്ടുള്ള ഭൂരിപക്ഷം, കൃത്യമായിട്ടുള്ള വോട്ടിങ്ങിന്റെ ആ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാനായിട്ട് വേദലക്ഷ്മിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ടോപ്പ് 5 ലിസ്റ്റിൽ നമ്മൾ ഈ പറയുന്ന വേദലക്ഷ്മിക്കും ഒരു സ്ഥാനം കൊടുക്കുകയാണ്. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് 50-ാം എപ്പിസോഡിന്റെ ആ ഒരു സെലിബ്രേഷന്റെ ഇടയ്ക്കാണ് നമ്മൾ ഈ ഒരു ടോപ്പ് 5 ലിസ്റ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് 50-ാം എപ്പിസോഡിൽ ഞാൻ റിലീസ് ചെയ്യാൻ വെച്ചിരുന്നൊരു വീഡിയോ ആണ്. ഇത് ഞാൻ ഒരുപാട് നാളുകളായിട്ട് ഈ പറയുന്ന ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ കാണുന്നതും അല്ലെങ്കിൽ ആ ഒരു ഷോയെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ബിഗ് ബോസിന്റെ എല്ലാ എപ്പിസോഡുകളും കാണുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എൻ്റെ സ്വന്തം പെർസ്പെക്റ്റീവിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ടോപ്പ് 5 ലിസ്റ്റാണ്. ഈ ഒരു ലിസ്റ്റിൽ ഞാൻ പേര് പറഞ്ഞിട്ടുള്ളത്. 1-ാം സ്ഥാനം ഞാൻ അനീഷിന് കൊടുത്തു. 2-ാം സ്ഥാനത്ത് ഞാൻ ഷാനവാസിന്റെ പേരാണ് പറഞ്ഞത്. 3-ാം സ്ഥാനം ഞാൻ അനുമോൾക്കാണ് കൊടുത്തത്. അടുത്തതായിട്ട് 4-ാം സ്ഥാനത്ത് ഞാൻ നൂറയുടെ പേര് പറഞ്ഞു. 5-ാം സ്ഥാനത്ത് അക്ബറിന്റെ പേരും വേദലക്ഷ്മിയുടെ പേരുമാണ് ഞാൻ അവർക്കാണ് ഈ ഒരു സ്ഥാനം ഇട്ടിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഈ പറയുന്ന 5 സ്ഥാനങ്ങൾ, ഈ പറയുന്ന 5 പേരുകൾ അല്ല 6 പേരുകൾ, ഇതിനകത്ത് നിങ്ങളുടെ പെർസ്പെക്റ്റീവ് വളരെയധികം വ്യത്യാസം ഉണ്ടാവും. കാരണം പല ടോപ്പ് 5 ലിസ്റ്റിന്റെ പേര് വരുമ്പോഴും അല്ലെങ്കിൽ നമ്മളൊരു കണ്ടസ്റ്റന്റിന്റെ പേര് പറയുമ്പോഴും അവർ ഇഷ്ടപ്പെടുന്നതും ഇഷ്ടപ്പെടാത്തതുമായിട്ടുള്ള ഒരുപാടധികം പേരുകൾ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഇതിനോട് വ്യത്യസ്തമുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് എന്ന് തോന്നുന്ന കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് എന്ന് തോന്നുന്ന ടോപ്പ് 5 തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് പല ടോപ്പ് 5കളും കാണാനായിട്ട് സാധിക്കും. കാരണം ഓരോരോ വ്യക്തികളും ഈ പറയുന്ന റിയാലിറ്റി ഷോ കാണുന്നത് അവരുടെ പെർസ്പെക്റ്റീവിനനുസരിച്ചും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ഇഷ്ടത്തിനും അവരുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റിനെ സപ്പോർട്ട് ചെയ്യാനൊക്കെ വേണ്ടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ടോപ്പ് 5 ലിസ്റ്റ് ഇതിനോട് വ്യത്യാസം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ടോപ്പ് 5 ലിസ്റ്റ് താഴെ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തേക്കാം. അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാം. നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കൂട്ടിയിണക്കിക്കൊണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് വേണമെങ്കിൽ അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാവുന്നതാണ്. ബിഗ് ബോസ് മലയാളത്തിൻ്റെ 50 എപ്പിസോഡുകൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ അതിൻ്റെ സെലിബ്രേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. താങ്ക്